ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ അൻസിബ. കുട്ടിക്കാലം അത് നമുക്കെല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ടതാണ് അല്ലേ? അതിനെന്താ കാരണം എന്നറിയോ? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതിനൊന്നും ആവശ്യമില്ല. എന്താ കാര്യം എന്ന് പറയട്ടെ. നമ്മളെ രസമുള്ള കുറേ ഓർമ്മകളും നമ്മളെ സ്കൂളും നമ്മളെ കുഞ്ഞു ഫ്രണ്ട്സുകളും നമ്മൾ പഠിച്ച പുസ്തകങ്ങളും കവിതകളും പാട്ടുകളും പിന്നെ നമ്മൾ കണ്ട സിനിമാ കഥകളൊക്കെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യാറില്ലേ? ആ സിനിമ കണ്ടു, ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ. ഇതൊക്കെയാണ് നമുക്ക് ഒരുപാട് മെമ്മറീസ് തരുന്നത്. ഇത്രയും നല്ല ഓർമ്മകളാണ് നമ്മളെ വലിയ ഒരാളാവുമ്പോഴും അല്ലെങ്കിൽ ഏജ്ഡ് ആവുമ്പോഴും നമ്മളെ ഒരുപാട് ജീവിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഞാനിന്നൊരു യാത്ര ക്ഷണിക്കുകയാണ്. എങ്ങോട്ടാണെന്നറിയോ? എൻ്റെ കുട്ടിക്കാലത്തേക്ക്. വാ. മാങ്ങൻ്റെ മണം വരുന്നുണ്ടോ? ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക ഇതൊക്കെ കിട്ടുന്ന സ്ഥലമാണിത്. ഇതിൽ മനസ്സിലായില്ലേ? ഇതാണ് ഞങ്ങളുടെ കോഴിക്കോട് ബീച്ച്. ഇവിടെ എപ്പോഴും വരുന്ന എന്തിനാണെന്നറിയാം? ഇതൊക്കെ വാങ്ങി കഴിക്കാൻ. പക്ഷേ സ്പെഷ്യലായിട്ട് വേറൊരു ഐറ്റം കൂടി ഉണ്ട്, ഐസുറുതി. അത് വാങ്ങാം ചേട്ടാ, ഒരു ഐസുറുതി. ഐസുറുതിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് സംഭവമായിട്ട് പറയാനൊന്നുമില്ല. എന്നാലും ഐസ് ഇങ്ങനെ ഒരതിയിട്ട് അതിൽ നമ്മൾ സുറുക്ക, വിനേഗർ അതൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് ഷുഗർ വേണമെങ്കിൽ ഷുഗറും കൂട്ടി കഴിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് നല്ല എരിവാണ് ഇഷ്ടമെങ്കിൽ നല്ല എരിവിലും കഴിക്കാം. അതാണ് ഇതാ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് നോക്കാം. എരിവുണ്ട്, മധുരമുണ്ട്, രണ്ടും കൂടി കഴിച്ചാൽ വോമിറ്റ് ചെയ്യും. അതുകൊണ്ട് എരിവ് ആദ്യം കഴിക്കാം. ചെറുപ്പം മുതലേ ഇവിടെ വരുന്ന എന്തിനാണെന്നറിയാം? ഈ ഒരു സാധനം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എത്ര പേർക്ക് ഈ സാധനത്തിനെ പറ്റി അറിയാം? നിങ്ങളെല്ലാവരും പിസ്സ, ബർഗർ, ഷവർമ ഇതൊക്കെ അല്ലേ കഴിക്കുന്നത്? ഇതും ഒരു തവണ കഴിച്ചു നോക്കും. അതിനേക്കാളൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. എനിക്കൊരു 3 വയസ്സൊക്കെ ഉള്ളപ്പോഴാണെന്ന് തോന്നുന്നു ഇവിടെ ഞാൻ ആദ്യമായിട്ട് വന്ന്. ചിലപ്പോൾ അതിന് മുന്നേ ഞാൻ വന്നിട്ടുണ്ടാകും. പക്ഷേ എനിക്ക് ഓർമ്മയുള്ളത് ഒരു 3 വയസ്സിൽ വന്നതാണ്. അന്ന് പക്ഷേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈ ഒരു സൈഡ്, അപ്പുറത്തെ സൈഡ് കണ്ടില്ലേ, അത് അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മൾ നേരത്തെ ഐസുറുതിയൊക്കെ കഴിച്ച ഓർമ്മയില്ലേ? മറന്നുപോയോ? ആ സൈഡ് അങ്ങനെ തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ ആയിരുന്നു ഇവിടെയും. പിന്നെ ഒരുപാട് കര ഇനിയും ഒരുപാടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ സുനാമി വന്നത് ഓർമ്മയുണ്ടോ? സുനാമി വന്ന സമയത്ത് കുറേ കരകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ പിന്നെ ഇവിടെ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ഒരു 5-6 വർഷമൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ മോഡിഫൈ ചെയ്തപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പിന്നെ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങി. ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങൾ സംസാരിക്കും. ഞങ്ങളുടെ നാട്ടിൽ സൊറ പറയാമെന്ന് പറയും. ഇവിടെ ഇരുന്നിട്ട് കടലമിഠായി വാങ്ങും. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മിഠായിയാണ് കേട്ടോ കടലമിഠായി. അത് വാങ്ങി കഴിക്കും. പിന്നെ ഇവിടെയൊക്കെ അറേബ്യൻ ഫുഡാണുള്ളത്. അറേബ്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ കയറിയിട്ട് അറേബ്യൻ ഫുഡ് വാങ്ങി കഴിക്കും. പിന്നെ ചെറിയ രീതിയിലുള്ള ഗാനമേള ഇതൊക്കെ ഉണ്ടാവും. ഈ ബീച്ചിൽ വെച്ചിട്ടാണ് മലബാർ മഹോത്സവം നടക്കുന്നത്. മലബാർ മഹോത്സവത്തിന് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും ഇവിടെ. ഡാൻസ്, പാട്ട്, കച്ചേരികൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ വലിയൊരു ജനക്കൂട്ടം തന്നെ ഉണ്ടാവും ഇവിടെ ഈ സാഗരം സാക്ഷിയായിട്ട്. പിന്നെ അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനിക്കായ്. ഈ പാട്ട് ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് കുട്ടികൾ. ഈ പാട്ടുള്ള സിനിമ നിങ്ങൾക്കറിയാം, ഉസ്താദ് ഹോട്ടൽ. ആ ഉസ്താദ് ഹോട്ടൽ ഇവിടെയാണ് സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ ഷൂട്ടിംഗ് കാണാനൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഷൂട്ടിംഗ് കാണാൻ വരാൻ പറ്റിയില്ല. അപ്പോൾ കുട്ടിക്കാലത്ത് മാത്രമല്ല, ഇപ്പോഴും എനിക്ക് ഈ ബീച്ചിനോട് ഒരു പ്രത്യേക സ്നേഹമാണ്. എപ്പോഴും ഇവിടെ വന്നിരിക്കാൻ തോന്നും. എപ്പോഴൊക്കെ ഫ്രീ ടൈം കിട്ടിയാലും ഇവിടെ വന്നിരിക്കാൻ തോന്നും. അതിനൊരു കാരണമുണ്ട്. ഞാൻ, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, വല്യമ്മ, അനിയന്മാർ, അനിയത്തി, ഞങ്ങളെല്ലാവരും ഇവിടെ എപ്പോഴും വന്നിരിക്കും. ഏറ്റവും കൂടുതൽ എനിക്ക് ഇരിക്കാൻ ഇഷ്ടമുള്ള സമയം എന്ന് പറഞ്ഞാൽ
ഒരു ഈവനിങ് ടു ഒരു മിഡ് നൈറ്റ് വരെയൊക്കെ ഞങ്ങളിരിക്കും. 12 മണി 1 മണി വരെയൊക്കെ. അധികം നോമ്പിൻ്റെ സമയത്താണ് ഞങ്ങൾ വരിക. നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ വന്നിട്ട് ഒത്തിരി നേരം ഇരിക്കും. ആ നേരം സ്പെൻഡ് ചെയ്യുന്നത് അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സായാഹ്നമാണ്. കാരണം ആ നേരത്തുള്ള കടൽക്കാറ്റും ആ കാറ്റത്തിരുന്നിട്ട് വീട്ടുകാരായിട്ടുള്ള കളികളും അവരായിട്ടുള്ള സ്നേഹപ്രകടനങ്ങളും ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അമൂല്യ നിമിഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും എനിക്ക് ഈ ബീച്ചിൽ വരുമ്പോൾ അതൊക്കെ എൻ്റെ കണ്ണിലൂടെ ഓരോ ദൃശ്യങ്ങളായിട്ട് എനിക്ക് കാണാം. ഈ ബീച്ചിനോടുള്ള സ്നേഹം പോലെ തന്നെ എനിക്ക് മറ്റൊരു സ്ഥലം ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പം മുതലേ പോകുന്നതും ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ളൊരു സ്ഥലം. ആ സ്ഥലത്തേക്ക് പോവാം. ഇതാ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞില്ലേ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളും കൂടി കാണിക്കാനുണ്ടെന്ന്. അങ്ങനെയുള്ള 2 സ്ഥലങ്ങളുള്ളതാണിത്. രാധാ തിയേറ്ററും ഈ രാധാ തിയേറ്ററിനോട് ചേർന്ന് കിടക്കുന്ന ആര്യഭവൻ റെസ്റ്റോറൻറ്റും. ഇത് രണ്ടും ഉള്ളത് എവിടെയാണെന്നറിയോ? കോഴിക്കോടിൻ്റെ പ്രധാന സ്ഥലമായിട്ടുള്ള മിഠായി തെരുവിലാണ്. ഇവിടെ ഷോപ്പിങ്ങിനാണ് കൂടുതലായിട്ട് എല്ലാവരും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഈ ഗ്ലാസ്സിനകത്ത് എത്രയോ ലാലേട്ടൻ്റെ സൂപ്പർ ഹിറ്റ് മൂവീസിൻ്റെ പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. മാടമ്പി പോസ്റ്ററാന്ന് തോന്നുന്നു. ഞാൻ വന്നിട്ട് ഒരുപാട് നേരം നോക്കി നിന്നിട്ടുണ്ട്. അപ്പോൾ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഇപ്പോൾ ലാലേട്ടൻ്റെ കൂടെ ഇത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ട് ഈ ഒരു ഗ്ലാസിൻ്റെ അകത്ത് തന്നെ ഞാൻ ലാലേട്ടൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നു. അത് എനിക്ക് അറിഞ്ഞൂടെ ഇപ്പം എന്താ പറയേണ്ടതെന്ന്. ആ ഒരു ഫീൽ അത് നമ്മൾ ലൈഫിൽ ചെറുപ്പം മുതലേ ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് നമ്മളൊരു വലിയ കുട്ടിയാവുമ്പോൾ നമുക്കത് സാധിക്കുമ്പോൾ ഉള്ളൊരു ഫീലിംഗ്, അത് സന്തോഷത്തെക്കാളേറെ വേറൊരു വാക്ക് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും പറയാൻ. കാരണം അത്രയും ഒരു വലിയൊരു ഫീലിംഗ് ആണ് മനസ്സിനകത്ത്. അപ്പോൾ ദൃശ്യത്തിൻ്റെ ഈ പോസ്റ്റേഴ്സൊക്കെ ഞാനിവിടെ വന്നിട്ട് ഒത്തിരി പ്രാവശ്യം നോക്കിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടിലുള്ള എല്ലാവരും വന്ന് നോക്കും. അപ്പോൾ നമ്മൾ കുട്ടിയാകുമ്പോഴൊക്കെ നമ്മൾ ഈ പോസ്റ്റേഴ്സൊക്കെ നോക്കും, നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെക്കും, ഇതൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണുമ്പോൾ ഞാൻ വീട്ടിൽ കുറേ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്, കുറേ പോസ്റ്റേഴ്സൊക്കെ കട്ട് ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ദൃശ്യം മൾട്ടിപ്ലക്സിലും റിലീസായിട്ടുണ്ട്. എന്നാലും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഞാൻ ചെറുപ്പം മുതലേ കണ്ട സാധാരണ തിയേറ്ററിൽ തന്നെ പോയിട്ട് ദൃശ്യം കാണണമെന്നും അതിൻ്റെ ഫീഡ്ബാക്ക് അറിയണമെന്നും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ഇവിടെ വന്നു ദൃശ്യം കാണാൻ വേണ്ടിയിട്ട്. ലാലേട്ടൻ്റെ ഫാൻസൊക്കെ സ്വീകരണം തന്നിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു പ്രതീതിയായിരുന്നു ഫസ്റ്റ് ഡേ തന്നെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ ആർക്കും കണ്ടാൽ മനസ്സിലാവുമൊന്നുമില്ല എന്ന്. അപ്പോൾ ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പേർക്ക് എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം സിനിമ കഴിഞ്ഞപ്പോൾ എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു കൺഗ്രാറ്റ്സ് പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് സന്തോഷം കൊണ്ട് ചിരിക്കണോ കരയണോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഒരുപാട് ആൻറ്റിമാരൊക്കെ വന്നിട്ട് പറഞ്ഞു സ്വന്തം മോളാണെന്ന് തോന്നി, അച്ഛനെ ഇത്രയും സ്നേഹിക്കുന്ന മോളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ഒരു ആദ്യത്തെ പടത്തു നിന്ന് തന്നെ അത്രയും നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യം. പിന്നെ അതും സ്വന്തം നാട്ടിൽ അത്രയും കാലം വന്നുകൊണ്ടിരുന്നൊരു തിയേറ്ററിൽ എൻ്റെ പടം വരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഞാനൊരിക്കലും ഒരു ആക്ട്രസ് ആവുന്ന പോലും വിചാരിക്കാതെ വന്നതാണ്. അപ്പോൾ ഈ രാധയെ തന്നെ കാണാൻ പറ്റിയത് വലിയ സന്തോഷമുണ്ട്. ഈ രാധാ തിയേറ്ററിൽ ഞാൻ ആദ്യമായിട്ട് കണ്ട മൂവി മമ്മൂക്കാൻ്റെ ഒരു മറവത്തൂർ കനവാണ്. അത് സൂപ്പർ ഹിറ്റായിരുന്നു. ആ മൂവിയാണ് ഇവിടുന്ന് കണ്ടത്. പിന്നെ ഇപ്പോൾ അവസാനമായി കണ്ടത് ദൃശ്യം.
ഞാൻ കുട്ടിക്കാലം മുതലേ ഈ തിയേറ്ററിൽ വരുമ്പോൾ ഈ ആര്യഭവൻ ഹോട്ടലിലും വരാറുണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കും, എന്നിട്ട് ആ സിനിമ തുടങ്ങുന്ന ആ സമയം ആവുന്നവരെ ഇതിനകത്തായിരിക്കും സ്പെൻഡ് ചെയ്യുക എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാലോ. നല്ലോണം ഫുഡ് കഴിക്കും. എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ പുട്ടും കടലയാണ്. ഇവിടുത്തെ പുട്ടും കടലയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇവിടെ സിനിമ കാണാൻ വരുമ്പോൾ എന്തായാലും വരും. അല്ലാത്ത സമയത്തും ഞങ്ങൾ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അങ്ങനെ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് വരുമ്പോഴൊക്കെ ഇവിടെ വരാറുണ്ട്. എന്നിട്ട് പുട്ടും കടലയും കഴിക്കും. ഇനി നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. പറഞ്ഞല്ലോ ചെറുപ്പം മുതലേ ഇവിടെ വന്നിട്ട് പുട്ടും കടലൊക്കെ കഴിക്കുന്ന കാര്യം. അപ്പോൾ ഇതൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അങ്കിളുണ്ട്, ഈ ഹോട്ടലിൻ്റെ ഓണർ. ആ അങ്കിളിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ്, ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഹോട്ടലിൻ്റെ ഓണർ. സുഖമാണ്. പിക്ചർ ഇറങ്ങുന്നതിന് തലേ ദിവസം വന്ന് പോയതാണ് ഇവിടെ, ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി വന്നത്. ഞാൻ ദൃശ്യം റിലീസാവുന്നതിൻ്റെ തലേന്നാണ് അവസാനമായിട്ട് ഇവിടെ വന്നത്. ദൃശ്യം റിലീസായിട്ട് പിന്നെ ഇവിടെ വരാൻ പറ്റിയില്ല. പിന്നെ പിക്ചർ കാണാൻ വേണ്ടി ഒരിക്കൽ വന്നിട്ടുണ്ടായി. അന്ന് ഭയങ്കര റഷ് കാരണം അന്ന് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അന്ന് ഭയങ്കര ക്രൗഡായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ വരുമ്പോൾ തന്നെ ചേട്ടനറിയാം എന്താണ് മെനു എന്ന്. ഞാൻ എത്ര വയസ്സ് മുതൽ ഇവിടെ വന്നതെന്ന് ഓർമ്മ ഉണ്ടെങ്കിലുണ്ട്? ഇവിടെ വളരെ കുട്ടിക്കാലം മുതലേ അമ്മയുടെ കൈ പിടിച്ച് വരുന്ന കാലം മുതലെല്ലാം ഓർമ്മയുണ്ട്. ഞങ്ങളെല്ലാവരും ഒരു വലിയൊരു ഫാമിലി ആയിട്ടാണ് വരാറ്. ഒരുമിച്ച് എല്ലാവരും വരും. അന്ന് നല്ല സ്മാർട്ടായിരുന്നു. എല്ലാവരുടെയും നല്ലൊരു ഇതായിരുന്നു. പുട്ടും കടലയും കഴിക്കാനായിരുന്നു അന്ന് വലിയ താല്പര്യം. അതിപ്പോഴും ഭയങ്കര താല്പര്യം തന്നെയാണ് പുട്ടും കടലയും കഴിപ്പ്. അതിപ്പോഴും എനിക്ക് വീട്ടിൽ നിന്ന് പുട്ടും കടലയും കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇവിടെ വന്നിട്ട് പുട്ടും കടലയും കഴിക്കുന്നതാണ്. പിന്നെ എല്ലാവരും പറയുന്ന വേറൊരു കാര്യം, കോഴിക്കോടായിട്ട് നോൺ വെജിനോടായിരിക്കും എല്ലാവർക്കും താല്പര്യം. പക്ഷെ എനിക്ക് പ്യോർ വെജ് ആയിരുന്നു. ഞാനൊരു 10th വരെ പ്യോർ വെജ് ആയിരുന്നു. ഫാമിലി എല്ലാവരും അപ്പോൾ എനിക്ക് വെജിറ്റേറിയൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതുപോലെ തന്നെ വേറൊരു സ്ഥലം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറയാം. തുടക്കം മീൻസ് ഞാൻ ഈ ഒരു കാലഘട്ടത്തിലല്ല, വളരെ കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ പോകുന്നൊരു സ്ഥലമാണ്. അതാണ് എനിക്ക് സിനിമയിലേക്കുള്ള ആഗ്രഹം ഒക്കെ ഉണ്ടാക്കി വളർത്തിയെടുക്കാൻ സഹായിച്ച ഒരു ഘടകം. അപ്പോൾ ആ സ്ഥലത്തേക്ക് പോവാം. ഞാൻ ചെറുപ്പം മുതലേ ഫോട്ടോസ് എടുക്കാൻ വരുന്ന സ്റ്റുഡിയോ ആണിത്. വളരെ കുഞ്ഞായിരിക്കുമ്പോഴേ ഞാൻ ഫോട്ടോസ് എടുക്കുമായിരുന്നു. എൻ്റെ ഉമ്മാക്ക് ഞാനൊരു ആക്ട്രസ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള കാരണമായിരിക്കും. ചെറുപ്പം മുതലേ എൻ്റെ ഒരുപാട് ഫോട്ടോസ് എടുക്കും. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്നാണ് എടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് പോർട്ട്ഫോളിയോ ചെയ്ത് എനിക്ക് തോന്നുന്നു 8th പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. ആ പോർട്ട്ഫോളിയോ ചെയ്തതും എല്ലാം ഇവിടെ നിന്നാണ്. അപ്പോൾ എൻ്റെ ഫോട്ടോസ് ചെറുപ്പം മുതലേ എടുത്ത ചേട്ടനെ നമുക്കിനി പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ഈ ക്ലാസിക് സ്റ്റുഡിയോയിലെ എൻ്റെ ഫോട്ടോസ് സ്ഥിരം എടുക്കാറുള്ള വിജയ് ചേട്ടൻ. അപ്പോൾ ചേട്ടനോട് ചോദിക്കാം. അൻസിബേൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഉദ്ദേശിച്ച ഒരു 4-5 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ ഫോട്ടോഗ്രാഫി എക്സ്പീരിയൻസാണ് എനിക്കുള്ളത്. അപ്പോൾ അന്ന് ഇവർ ഫാമിലിയായിട്ടാണ് വരിക. ഫാമിലിയായിട്ട് ഒരു ഗ്രൂപ്പായിട്ടാണ് വരിക. കുറേ കുട്ടികളും ഞങ്ങൾ എവിടെ പോവാണെങ്കിലും ഗ്രൂപ്പ് ഉമ്മയും വല്യമ്മയും വല്യപ്പയും എല്ലാവരും കൂടി ആയിട്ടാണ് വരിക. അപ്പോൾ ഇവർ ഫോട്ടോ എടുക്കാൻ ഉമ്മയൊക്കെ റെഡി ആവാൻ വേണ്ടി ഡ്രസ് റൂം പോകും. അപ്പോൾ ഇവർ കുട്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടിക്കളിക്കും. അപ്പോൾ അൻസിബയ്ക്ക് കുറേ അന്ന് തന്നെ ഞാൻ കുറേ ഫോട്ടോസ് ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഇവരെ നിന്നിങ്ങനെ എടുക്കും. അപ്പോൾ ആ എക്സ്പ്രഷൻസ് ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് ഇങ്ങനെ എടുത്തു വരും. അപ്പോൾ അന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇവർക്ക് നല്ല ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല, ബെറ്റർ ആവും എന്നൊക്കെ അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുറേ ഫോട്ടോ സിനിമയിലൊക്കെ വന്നു, തമിഴ് സിനിമയിലൊക്കെ വന്നു, മലയാളത്തിലൊക്കെ വന്നു. അപ്പോൾ അന്ന് ചെറിയ പ്രായത്തിൽ ഈ കോഴിക്കോടുള്ള ഒരു സാധാരണ ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ ഒരു സിനിമയിൽ എങ്ങനെ വരണം എന്നോ അങ്ങനത്തെ യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ആകെയുള്ളൊരു ഐഡിയ എവിടെ വരും ഫോട്ടോ എടുക്കും, അത് മാത്രമേ ഉള്ളൂ. അത് നല്ലൊരു കോൺഫിഡൻ്റ് ആണ് കേട്ടോ. അൻസിബയെ സംബന്ധിച്ചോ ഒരു ഫോട്ടോ പബ്ലിഷ് ചെയ്ത് വരിക, അത് കാണുക, അതൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതൊരു പക്ഷേ സ്വാധീനിച്ചിട്ടുണ്ടാവാം ഇവരെ. പിന്നെ കുറേയൊക്കെ ഇവർ തന്നെ പെർഫോമൻസ്, ഇവരെ കഴിവ് തന്നെ പ്രധാനം. അതന്നെ എടുത്തു പറയേണ്ട വലിയൊരു കാര്യം. ഫോട്ടോഗ്രാഫി അതിൻ്റെ ഒരു സാധ്യത മാത്രമാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അപ്പോൾ ഞാൻ ഇവിടുന്ന് എടുത്ത ഫോട്ടോ ആണ് എനിക്ക് റിയാലിറ്റി ഷോ, ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ റിയാലിറ്റി ഷോക്ക് അയച്ചു കൊടുത്തതും. അങ്ങനെ ആ റിയാലിറ്റി ഷോയിൽ ആ ഫോട്ടോ കണ്ടിട്ടാണ് അവർ സെലക്ട് ചെയ്തത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരും അൻസിബേനെ പോലെ ഇതുപോലെ വിളിച്ചിട്ട് പറഞ്ഞിട്ടോ അല്ല ഒന്നും ചെയ്തില്ല. അതാണ് അൻസിബേൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മളെ സ്റ്റുഡിയോയിൽ തന്നെ എത്രയോ കുട്ടികൾ ഫോട്ടോ എടുത്ത് പല സ്ഥലങ്ങളിലും പല സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അതിലിപ്പോൾ കുറച്ച് വ്യത്യാസമായിട്ട് നല്ലൊരു ക്വാളിറ്റി, ഗുഡ് ക്വാളിറ്റി
അതാണ് ശരിക്കും അത് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ദൃശ്യത്തിൽ നല്ലൊരു റോള് ലാലേട്ടൻ്റെ കൂടെ ചെയ്യാൻ പറ്റി. ഇനി അൻസിബയ്ക്ക് ഒരുപാട് അവസരങ്ങൾ മലയാളത്തിലായാലും തമിഴിലായാലും ഇന്ത്യൻ സിനിമയിലായാലും നല്ലൊരു അവസരങ്ങൾ എന്തായാലും തേടി വരും എന്നുള്ള ഉറപ്പാണ് കാര്യം. കാരണം ആ ദൃശ്യം കണ്ടാൽ തന്നെ അറിയാം ദൃശ്യത്തിലെ അൻസിബൻ്റെ പെർഫോമൻസ് അത്രയും നന്നായി ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് നിങ്ങൾ അന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അന്ന് തന്നെ പോയി കണ്ടത്. കുഴപ്പമില്ല, നന്നായി ചെയ്തിട്ടുണ്ട്. അതൊരു ഈ ഒരു പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനി ഒരുപാട് ചെയ്യാൻ കഴിയില്ല. വളരെ നന്ദി, താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പൊ ശരി, വീണ്ടും കാണാം. ഇവിടെ തന്നെ ഞാൻ വന്ന് ഫോട്ടോസ് എടുക്കും. കാണാം. ബൈ. നമുക്കെല്ലാവർക്കും നമ്മുടെ പഴയ കാലം അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മ അത് ഷെയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നൊസ്റ്റാൾജിയ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അതേതാ? നമ്മുടെ സ്കൂളാണിത്. നമ്മൾ കോളേജിൽ പഠിച്ചാലും നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ പോയാലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പഠിച്ച സ്കൂളും ആ സ്കൂളിലെ ഫ്രണ്ട്സും അതൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വർഷം പഠിച്ചൊരു സ്കൂളാണിത്. 6ാം ക്ലാസ് മുതൽ +2 വരെ പഠിച്ചത് ഇവിടെയാണ്, കാലിക്കറ്റ് ഇസ്ലാമിക് റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പോൾ ഈ ഒരു സ്കൂളിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് സിനിമയിൽ വരണമെന്ന് ആഗ്രഹം തോന്നിയതും ഒക്കെ. അപ്പോൾ ഈ സ്കൂളിൽ കലാപ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെ വളരെ വലിയ രീതിയിലൊന്നും പ്രവർത്തനങ്ങൾ ഉണ്ടാവാറില്ലായിരുന്നു. ഒപ്പനയാണ് ഇവിടെ പ്രധാനമായിട്ടുണ്ടാവുന്ന ഒരു ഡാൻസ് ഐറ്റം. അപ്പോൾ എനിക്കാണെങ്കിൽ ഡാൻസ് കളിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ വിചാരിക്കും ഈ ഒപ്പനയിൽ കയറി പറ്റിയ ഡാൻസ് ചെയ്യാമല്ലോ. അപ്പോൾ ഒപ്പനയ്ക്ക് ചേരാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ വർഷവും പോകും. ഈ 6ാം ക്ലാസ് മുതൽ +2 വരെ. ഈ 6 മുതൽ +2 വരെ എന്താ സംഭവിച്ചതെന്നാൽ എല്ലാ വർഷവും ഞാൻ ഒപ്പന കളിക്കാൻ വേണ്ടി പോകും, പക്ഷെ എന്നെ പിടിച്ച് മണവാട്ടിയാക്കി ഇരുത്തും. അങ്ങനെ എല്ലാ വർഷവും അങ്ങനെ ഞാൻ +2 വരെ മണവാട്ടിയായിരുന്നു. ഇതുവരെ ഒപ്പന കളിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ ഹോസ്റ്റലിൽ ഒരുപാട് നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഉണ്ട്. അവിടുത്തെ റൂംസ്, ഞങ്ങളുടെ റൂംമേറ്റ്സ്, ഇതൊക്കെ ഒരുപാട് വലിയൊരു ഫീല് തരുന്ന ഓരോ ഓർമ്മകളാണ്. നമുക്കതൊക്കെ കാണണ്ടേ? നമുക്ക് ആദ്യം സ്കൂളിലേക്ക് പോവാം. വരൂ. ഇതാണ് ഞാൻ ചെറുപ്പം മുതലെന്ന് പറഞ്ഞാൽ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഈ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചത്. ഇത് ഒരുപാട് നൊസ്റ്റാൾജി തരുന്നൊരു കെട്ടിടമാണിത്. വളരെ കുഞ്ഞായിരുന്നപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ സീനിയേഴ്സ് ഒരുപാട് ലാളിച്ച് കൊണ്ടു നടക്കുമായിരുന്നു എന്നെ. കാരണം ഇവിടെ വന്ന സമയത്ത് ഞാൻ മാത്രമായിരുന്നു ചെറിയൊരു കുട്ടി. അതുകൊണ്ട് എന്നെ അവർക്കൊരു അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയൊക്കെ അവർ നോക്കുമായിരുന്നു. അതുപോലെയൊക്കെ എന്നെ ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇവിടെ വരുമ്പോൾ ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ റൂമിൽ പോയിട്ട് സംസാരിക്കാം. പോവാം. അപ്പോൾ ഈ സ്റ്റെപ്സ് കയറിയിട്ട് വേണം നമ്മുടെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ സ്റ്റെപ്സൊക്കെ പണ്ട് കയറുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറയും 18ാം പടി എന്നൊക്കെ. പക്ഷെ ഇപ്പോൾ കയറുമ്പോൾ ഒരു സന്തോഷം കിട്ടാം. എന്താ പറയാനൊന്നും അറിയില്ല, എന്നാലും കുറേ കാലമായി കണ്ടിട്ട്. ഈ സ്ഥലത്താണ് ഞങ്ങൾ ചപ്പൽസ് ഒക്കെ സൂക്ഷിച്ച് വെച്ചത്. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല. ഞാൻ 6ാം ക്ലാസ് മുതൽ ഇവിടെയാണ് പഠിച്ചത്, ഈ സ്കൂളിൽ. അപ്പോൾ ഈ സ്കൂളിൻ്റെ ഈ ഒരു റൂമാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്. പക്ഷേ റൂം ഇങ്ങനൊന്നും ആയിരുന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ നല്ല ക്ലീൻ ആയിരുന്നു. പിന്നെ എനിക്ക് ആദ്യം ഈ കോട്ട് ഈ ഒരു സൈഡിലാണ് കിട്ടിയത്. അപ്പോൾ ഈ ജനൽ ഇവിടെ ഉള്ള കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്കാണെങ്കിൽ ഭൂതത്തിന് പേടിയാണ്, ഇപ്പോഴും പേടിയാണ്. അപ്പോൾ ഞാൻ രാത്രി എഴുന്നേറ്റ് കരയും. അപ്പോൾ ഭൂതം പിടിച്ചെന്നൊക്കെ പറഞ്ഞ് കരയും. കാരണം ഞങ്ങൾ യൂണിഫോമൊക്കെ അയൺ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കും. അപ്പോൾ രാത്രി പെട്ടെന്ന് 2 മണിക്കൊക്കെ ഞെട്ടി എഴുന്നേറ്റ് വെക്കുമ്പോൾ കുറേ ഭൂതങ്ങൾ ഇങ്ങനെ നിൽക്കണ പോലെ തോന്നും. അപ്പോൾ അവസാനം മിസ്സ് വന്നിട്ട് സാരല്ലേ മോളൂ എന്നൊക്കെ പറഞ്ഞ് വളരെ കെയറിങ് ആയിരുന്നു വാർഡൻ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം ഈ കോട്ട് ഇവിടുന്ന് എനിക്ക് ഇങ്ങോട്ട് മാറ്റി തന്നു. പിന്നെ എൻ്റെ താവളം ഇതായിരുന്നു ഇവിടെ. പിന്നെ ഈ കോട്ടിൻ്റെ അടിയിലായിരുന്നു ഞങ്ങളെ ഫുഡ് ഐറ്റംസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നൊരു സ്ഥലം. കാരണം ഞങ്ങൾക്ക് വെക്കാൻ വേറെ സ്ഥലമൊന്നുമില്ലല്ലോ.
അപ്പോൾ ഈ പൂരം വറുത്തത്, ഹോർലിക്സ്, ബൂസ്റ്റ് ഇതൊക്കെ വാങ്ങിയിട്ട് കലക്കി കുടിക്കാനൊന്നുമല്ല, ഇതൊക്കെ വാങ്ങി ഇവിടെ വെക്കും. എന്നിട്ട് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്പൂണിലെടുത്തിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ തിന്നു. പിന്നെ ലക്ഷദ്വീപിലെ കുട്ടികളുണ്ടായിരുന്നു, അവർ ആ റൂമിലായിരുന്നു. അവർ നല്ല മീനച്ചാറൊക്കെ കൊണ്ടുവരായിരുന്നു. അപ്പോൾ അത് പിന്നെ ഇവിടെ ഇരുന്നിട്ടായിരുന്നു ഞങ്ങളെ സകല കളികളും. പിന്നെ രാത്രി 12 മണിക്ക് ഒരു പ്രാവശ്യം സീനിയേഴ്സും. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഈ റൂമിലൊരു ചെറിയ കുട്ടി. അപ്പോൾ അവർ രാത്രി നമുക്ക് ഓജോ ബോർഡ് വെച്ചിട്ട് പ്രേതത്തിന് വരുത്താമെന്ന്. എനിക്കാണെങ്കിൽ കൊടുക്കുന്ന പേടി, പ്രേതം. അപ്പോൾ രാത്രി ഓജോ ബോർഡൊക്കെ വെച്ച് യെസ് ഓർ നോ അതൊക്കെ കോള ഉണ്ടാക്കി ഞങ്ങളൊരു ക്യാൻഡിൽ ലൈറ്റിൽ എല്ലാവരും ഒറ്റയ്ക്കിരുന്നു. പക്ഷേ ഞങ്ങൾ ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്നൊക്കെ പറഞ്ഞ അവസാനം ഇനി ആ ഇത്താത്ത ഇങ്ങനെ കോയിൻ നീക്കിയതാണെന്നൊന്നും അറിഞ്ഞൂടാ. അത് ആദ്യം ഒരു ക്യൂലേക്ക് പോയി, പിന്നെ യു, പിന്നെ ഇ. അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഓക്കെ ഇത് ക്വീനാണ്, ഏതോ ഒരു ക്വീനാണ്. അപ്പോൾ പറഞ്ഞു ഇവിടെ ഏതെങ്കിലും പണ്ടത്തെ രാജകുമാരിയോ ആരെങ്കിലും ഉണ്ടാവും, ആ പ്രേതമാണ് വന്നത്. അത് കേട്ടപ്പോഴേക്കും എനിക്ക് ബോധം പോയി. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട ഇനി ഞാനില്ല ഈ കളിക്കുന്ന പറഞ്ഞ് ഞാൻ ബോധം കെടാൻ പോയി എന്ന് തോന്നിയപ്പോൾ ആ കളി നിർത്തി. പിന്നെ ഈ ഭാഗത്തായിരുന്നു എൻ്റെ സീനിയേഴ്സൊക്കെ. എല്ലാവരും ഒരുപാട് മിസ് ചെയ്യുന്നു. എന്നെ ഒരുപാട് സ്നേഹിച്ച, എനിക്കൊരു ഇത്താത്ത ഇല്ല, എനിക്ക് ഇത്താത്തയാണെന്ന് തോന്നിയൊരു ചേച്ചിയുണ്ട്, നീനു. നീന്താത്തനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനൊക്കെ പരിചയപ്പെടാം. ദൃശ്യം എന്ന് പറയുന്ന ഫിലിമിൽ ഇവരെ അഭിനയിച്ചത് വളരെ നന്നായിട്ടുണ്ട്. ആക്ച്വലി ടെല്ലിംഗ് ഇൻ സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി she is a rising star and the theme is very relevant for the period and we are very proud to get this actress to our campus. എൻ്റെ മൂവി ഇവിടുത്തെ പ്രിൻസിപ്പൾ കണ്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ മിസ്സാണ്, എൻ്റെ ഇംഗ്ലീഷ് മിസ്. I am very proud to see Ansiba, one of my old students, in these heights. Though we couldn't provide ample opportunities for the exposure of her talents, she became a good star. I am very happy today because she visited our school. ഇതെനിക്ക് കണക്ക് പറഞ്ഞു തരുന്ന മിസ്സാണ്. എനിക്ക് കണക്ക് തീരെ ഒന്നും അറിഞ്ഞൂടാ, പക്ഷെ മിസ്സിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അന്നും അറിയില്ലെങ്കിൽ അതെന്താ മിസ്സേ? അന്നേ ഞാൻ അൻസിബയെ വല്ലാതെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവളെ ചിരി വല്ലാതെ മായാതെ ഹൃദയത്തിൽ പതിക്കുന്ന ഒന്നാണ്. അന്നേ അറിയാം ഈ കുട്ടിക്ക് നല്ലൊരു ഭാവിയുണ്ടെന്ന്. പഠനത്തെക്കാളുപരി മറ്റ് ആക്ടിവിറ്റീസിലാണ് അവൾക്ക് കഴിവ്. പ്രത്യേകിച്ചും പാട്ട്. ഞാൻ എല്ലാ ദിവസവും ക്ലാസ്സിൽ വന്നാൽ പാട്ട് പഠിപ്പിക്കാറുണ്ട്. അതൊക്കെ ഇന്ന് എൻ്റെ ഓർമ്മയിലുണ്ട്. ഇനിയും ഉയർച്ചകളിൽ എത്തട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഓർമ്മകൾ തന്ന കോഴിക്കോട് ബീച്ചും രാധാ തിയേറ്ററും ഹോട്ടലും ഞാൻ പഠിച്ച സ്കൂളും എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സും എല്ലാം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി. ഇനി ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ളൊരു കാര്യമാണ് എൻ്റെ കുടുംബം. ഇതാണ് എൻ്റെ സ്വീറ്റ് ഫാമിലി. എൻ്റെ വേറെ അനിയന്മാരുണ്ട്, അപ്പോൾ ട്യൂഷനുള്ള കാരണം അവരിപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ ഉള്ളത് ഇവരാണ്. ഇതെൻ്റെ കുഞ്ഞനിയത്തി അഫ്സാന, അമൃത വിദ്യാലയത്തിലാണ് പഠിക്കണേ. ഇപ്പോൾ നാടൻ കുണിങ്ങിയാണെന്നൊക്കെ തോന്നുമെങ്കിലും അത്ര നാടൻ കുണിങ്ങൊന്നുമല്ല. ഹായ് പറയും. പിന്നെ കുഞ്ഞനിയനാണ് അഫ്സൽ. എനിക്ക് വേണ്ടി ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ, എൻ്റെ അമ്മായി, ഉപ്പൻ്റെ അനിയത്തിയാണ്, അമ്മായിൻ്റെ ഹസ്ബൻഡാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്രോഗ്രാമിൽ എല്ലാവരും കാണിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും എൻ്റെ കുട്ടിക്കാലത്തിലൂടെ ഒരു യാത്ര തന്നെ നടത്തി അല്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് കാലമായിട്ട് മോഹിക്കുന്നൊരു കാര്യമാണ് എൻ്റെ സ്കൂളിൽ പോകണം, എൻ്റെ ടീച്ചേഴ്സിനെ കാണണം എന്നൊക്കെ. ഇതെല്ലാം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനും പറ്റിയല്ലോ, അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ
എൻ്റെ ഈ ഒരു കുട്ടിക്കാലം പറയാനും ഈ കാര്യങ്ങളൊക്കെ കാണിക്കാനും കാരണം തീർച്ചയായിട്ടും എൻ്റെ ആദ്യത്തെ സിനിമ ദൃശ്യമാണ്. ദൃശ്യത്തിൻ്റെ സംവിധായകൻ ചിത്തു ജോസഫ് സാറിനും അതിൻ്റെ പ്രൊഡ്യൂസർ ആൻ്റണി പെരുമ്പാവൂർ ചേട്ടനും ഓഫ് കോഴ്സ് അതിലെ നായകൻ മഹാനടനായ നമ്മളെല്ലാവരുടെയും സ്വന്തം മോഹൻലാൽ ലാലേട്ടനും എല്ലാവർക്കും നന്ദി പറയാണ്. അപ്പോൾ ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെയൊന്നും വന്നിട്ട് എൻ്റെ കുട്ടിക്കാലത്തെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് അവരുടെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട്. ദൃശ്യം സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി. താങ്ക് യു.